മകൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ പേര് എനിക്കറിയില്ല, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അമ്മയെ ഉപേക്ഷിച്ച് കടന്നു കളയായിരുന്നോ? അമ്മേനെ ഉപേക്ഷിച്ചിട്ട് കടഞ്ഞു കളഞ്ഞതല്ല. ഈ അമ്മയെന്ന് പറയുന്ന വ്യക്തി 26 വർഷത്തിന് ശേഷം ഇവർക്ക് വയ്യാതായതിനു ശേഷമാണ് ഞാൻ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവരെ തന്നെ ഇഷ്ടമാണ്. ഇവരെ സ്വന്തം സ്ഥലം മൈസൂരാണ്. അപ്പൊ ഞാൻ മൂന്നാറാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എന്നെ വിളിച്ചു വരുത്തി ഞാൻ പോയി നോക്കി. ഇവരെ ഒരു കുടുംബക്കാരെ വീട്ടിൽ എന്നെ എന്റെ അടുത്ത് പറഞ്ഞ് കൊണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ 10,000 രൂപയ്ക്ക് ഒരു വീടെടുത്ത് കൊടുത്തു. മാസം 5,000 രൂപ അഡ്വാൻസും കൊടുത്തോണ്ടിരുന്നപ്പോ അവിടെ ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ മോനും എല്ലാവരുമായിട്ടാണ് ഇവരെ പോയി വിളിച്ചിട്ട് വന്ന് അങ്ങനെ കൊണ്ടാക്കി. അവിടെ ഒരു 2 മാസം നിന്ന് അവിടെ ഭയങ്കര അടിയും പ്രശ്നമാക്കി, പോലീസ് കേസാക്കി. അങ്ങനെ പോലീസുകാർ പറഞ്ഞു ഈ വ്യക്തിനെ എവിടെ നിന്നാണോ എടുത്തത് അവിടെ കൊണ്ടാക്കിയതിനു ശേഷം പിന്നെ ഞാൻ ഇവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും വെക്കരുതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് എന്റെ മനസാക്ഷി അനുവദിക്കാതിരുന്നിട്ടാണ് ഞാൻ കൊണ്ടുപോയി വീണ്ടും എന്നെ വിളിച്ച് കരഞ്ഞു പിടിച്ച് എന്നെ വിളിച്ച് ഞാൻ വീണ്ടും കാണാൻ പോയി. എൻ്റെ ഉള്ളത് ഞാൻ ഇപ്പൊ പൈസ എത്ര ഒരു 2,000 3,000 അങ്ങനെ വല്ലതും കൊടുത്ത് ഞാൻ തിരിച്ചു വരും. പിന്നെ ഇതേപോലെ ഒരു സുപ്രാസി മൈസൂരിൽ നിന്ന് അന്വേഷിച്ചപ്രകാരം ഈ തലയ്ക്ക് വയ്യാത്തൊക്കെ ഉള്ള അങ്ങനെയുള്ള ഹോസ്റ്റലിൽ ഇവർ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ദിവസം പോയിരുന്നു. നിന്ന് അവിടെ ഉള്ള ആൾക്കാരെ അടിക്കലും അങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി. അവിടുത്തെ ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ ചോദിച്ചു എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചത് എൻ്റെ പറഞ്ഞു എന്നെ മൈസൂർ എൻ്റെ വീട്ടിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മൈസൂർ കൊണ്ടാക്കി ഒരു 2 ദിവസം ഞാൻ ആ വീട്ടിൽ നിന്ന് 3 ദിവസം എനിക്ക് ജോലിക്ക് പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ ജോലിക്ക് തിരിച്ചു പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ച് എനിക്കിവിടെ പറ്റുന്നില്ല, എനിക്ക് ഫുഡില്ല, എന്നെ ആരും നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ മോളെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇവിടെ കൊല്ലത്ത് കൊണ്ടുവന്ന്. അപ്പൊ ഞാൻ കൊല്ലത്ത് കൊണ്ടുവരുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നോക്കാൻ ആരുമില്ല, ഫുഡ് ഉണ്ടാക്കി തരാനും ആരുമില്ല. പക്ഷെ ഇവിടെ ഗ്യാസ് ഉണ്ട്, അടുപ്പുണ്ട്, വീട്ടിലെ സാധനങ്ങളുണ്ട്. ഞാൻ മൂന്നാറ് എല്ലാം മതി, എനിക്കൊരു പെയിൻ കില്ലർ കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും എന്നെ കിടന്ന് വിളിക്കുന്നു എനിക്കിവിടെ പറ്റുന്നില്ല, എനിക്ക് ഫുഡില്ല, എനിക്ക് അങ്ങനെയില്ല, എനിക്ക് ഇങ്ങനെയില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ അമ്മയാണ്, അവർക്കിപ്പോൾ നട്ടലിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ മുറിവിൽ പുഴുവരിച്ച് ദുർഗന്ധം വമിക്കുന്നു എന്ന് പറയുമ്പോൾ നോക്കാൻ ആരുമില്ല. അമ്മയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണ്. പക്ഷേ അമ്മയാണല്ലോ, അവർക്ക് വയ്യ, അവരുടെ അവസ്ഥ ഇതാണെന്ന് കാണുമ്പോൾ എന്താണ് നിങ്ങൾ പിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയട്ടെ, അമ്മയെന്ന് പേരിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ചെയ്യേണ്ട കുറെ കടമകളുണ്ട്, അത് അവര് ചെയ്തിട്ടില്ല ഇന്നവരെ. എനിക്ക് പിന്നെ ചാനലായതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് അവരെ നോക്കാൻ പറ്റില്ല. എന്തൊക്കെയെന്ന് ഇനി പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കിനി അവരെ നോക്കാൻ പറ്റില്ല. സർക്കാർ സംവിധാനങ്ങളുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ഏൽപ്പിക്കെങ്കിലും ചെയ്തൂടെ? അവിടെയൊക്കെ ഏൽപ്പിക്കാനായിട്ട് ഞാൻ കുറെ സ്ഥലത്ത് ചോദിക്കുന്നവർ അവർ പറയുന്നത് വെച്ചാൽ ഈ മുറിവുള്ളത് കൊണ്ട് അവരാരും എടുക്കില്ല. പിന്നെ പ്രൈവറ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ 40,000 രൂപയാണ് അവരെന്റെ അടുത്ത് ചോദിക്കുന്നത്. നിങ്ങളിപ്പോ ഈ പുഴുവരിച്ച നിലയിൽ അമ്മയെ ഉപേക്ഷിക്കാൻ പോവാണ്? കാരണം ഞാൻ ആശുപത്രി എന്റെ അടുത്ത് പറഞ്ഞ് ആശുപത്രി കൊണ്ട് എത്തിക്കാൻ പറഞ്ഞ് ഞാൻ ആശുപത്രി കൊണ്ടെത്തിച്ച് ഞാൻ ഡോക്ടറിന്റെ അടുത്തും പോലീസിന്റെ അടുത്തും പറഞ്ഞിട്ടാണ് വന്നത്. അത് ഞാൻ അവരുടെ അടുത്തും പറഞ്ഞു, അവരും പറഞ്ഞു നീ പൊക്കോന്ന് എന്നെയാണ് പറഞ്ഞതാക്കാനുള്ള. കാരണം എനിക്ക് പറ്റില്ല, ഇവരെ എനിക്ക് നോക്കാൻ ഒരു വിധത്തിലും പറ്റത്തില്ല. വളരെ നന്നായിട്ടുണ്ട്. ശരി. ശരി. മകളുടെ നിർവികാരമായ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. എനിക്ക് നോക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അമ്മ എന്ന പേരിന് മാത്രമാണ്, അവരുടെ സ്വഭാവം ശരിയല്ല എന്ന് മകൾ പറയുകയാണ്. എങ്ങനെയായാലും എന്താണ് അവരുടെ സ്ഥിതി? നട്ടലിന് ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു, അവർക്ക് ശരീരത്തിൽ പുഴുവരിക്കുന്ന രൂപത്തിൽ അവരെ ആരും നോക്കാനാവാത്ത സ്ഥിതിയിലാണ് ആ അമ്മയുള്ളത് എന്നുള്ളതാണ്.